മോളെ നീ എവിടെ ഇവിടെ ഡാഡി നീ എന്താ മോളെ ഈ സമയത്ത് ഇവിടെ എന്തിനാ വന്നേ? സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ സമയത്ത് ഇവിടെ വരാൻ പാടില്ല മോളെ. Nothing will നിന്റെ happen, അടുത്ത് Daddy. ബാൽക്കണി വരരുതെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉറക്കം വരുന്നില്ല ഡാഡി, ആ, ചീത്ത സ്വപ്നങ്ങൾ വരുന്നു. ചീത്ത സ്വപ്നം വരുന്നോ? ഉം. കൊറേ ആലോചിച്ച് കിടന്ന് ഉറക്കം വരില്ല, ചീത്ത സ്വപ്നം വരും. എനിക്കെന്താ മോളെ കൂടുതൽ ആലോചിക്കുള്ളത്? നിനക്കെന്തോ വേണോ അല്ലേ മോളെ? നിനക്ക് എന്ത് പറ്റി? പറ മോളെ, ഡാഡി വാങ്ങിച്ചിര നിനക്ക് എന്താ വേണമെന്ന് പറ. ഓ, ചോദിച്ചാ പറയില്ലെന്ന്. പിന്നെ നിനക്ക് എപ്പോ വേണമെങ്കിൽ പറഞ്ഞു ഡാഡി അടുത്ത്. ഡാഡി, എന്നെ കാണുമ്പോ ആ ഗ്ലാസ് എന്തിനാ ഒളിച്ചു വെക്കുന്നത്? അത് ചീത്ത അതെനിക്ക് തന്നെ, സ്വഭാവം മോളെ. ഞാൻ ഒഴിച്ചുതരാം. തന്നെ. ഷെടാ. ഇതൊക്കെ ചീത്ത സ്വഭാവമാണ് മോളെ. ഇതൊന്നും അത് തുടരുത്. സാരമില്ല. അതൊക്കെ വേണ്ട. അമ്മ കണ്ടു കഴിഞ്ഞാൽ ഡാഡി. അടി കിട്ടും. വേണ്ട. വേണ്ട, അത് വേണ്ട, എനക്ക് വേണ്ട. ഉം. അങ്ങനെ ചെയ്യരുത് മോളെ. ഇങ്ങ് തന്നെ. മിസ്റ്റർ ജൂനിയർ മാധവൻ, നിനക്ക് നിർബന്ധം കൂടിപ്പോയി മോളെ. വേണ്ട, ഇപ്പൊ തന്നെ ഡാഡി ഫിറ്റ് ആയിട്ടായിരിക്കണ. കൂടിപ്പോയി. വേണ്ട. അത്രയും വേണ്ട, അത്രയും വേണ്ട. സാരമില്ല, ഇന്ന് കുടിക്ക. ഞാനല്ലേ ഒഴിച്ചിരുന്ന. ഇറ്റ്സ് ഓക്കെ. ദാ കുടിക്ക. Cheers. ഇത് കുറെ സ്ട്രോങ് ആയി പോയി മോളെ. നീ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞില്ല, ഇപ്പൊ പറ, എന്ത് പറ്റി? പറ മോളെ, പറ മോളെ. ഡാഡി ഇത് പറയാ എന്തിനാ ഇത്രയും ആലോചിക്കേണ്ടിയിരിക്കുന്നേ? ഡാഡി നിനക്ക് കൊച്ചിലെ തൊട്ട് നീ ചോദിച്ചെല്ലാം ഡാഡി വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. എന്താ മോളെ? ഡാഡി, പണം ഇല്ലാത്തവരെ കുറിച്ച് ഡാഡിയുടെ അഭിപ്രായം എന്താ? പണവാ? പണം എന്തിനാ മോളെ? ക്യാരക്ടറും കമ്മിറ്റ്മെന്റും വേണം. പണം എന്താ മോളെ? ഇന്ന് വരും, നാളെ പോവും. പക്ഷേ ഒന്നുമില്ലെങ്കിലും ക്യാരക്ടർ മാത്രം അവസാനം വരെ കാണണം മോളെ. അപ്പോഴേ അവന് മാധവനെ പോലെ വരാൻ പറ്റൂ. ക്യാരക്ടർ, കമ്മിറ്റ്മെന്റ്. അത് പിന്നെ ഡാഡിയെ പോലെ ഒരു ഡാഡിയെ പോലെ ഇരിക്കാൻ പറ്റില്ല മോളെ. അല്ല, മാധവ സിംഗിൾ പീസാണ് മോളെ. അല്ലെങ്കിൽ അവിടെ എവിടെയോ തുടങ്ങി കഷ്ടപ്പെട്ട്. ഡാഡി, ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ, പറ മോളെ. അത് ഞാൻ കോളേജില്. അതെ, ഈ സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ഞാനറിയാണ്ട് നിങ്ങൾ രണ്ടുപേരും സീക്രട്ട് പറഞ്ഞോണ്ടിരിക്കുക? ഇതുവരെ സീക്രട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോ നീ വന്നില്ലേ. ഇരിക്കവിടെ തുടങ്ങിയല്ലേ? ഇന്ന് ഓഫീസില് കാലത്തെ 3 ഫ്രണ്ട്സ് വന്നിരുന്നു. നമ്രതയുടെ കല്യാണം കുറിച്ച് അവര് സംസാരിച്ചിരുന്നു. ഡാഡി, മോളെ. അല്ല, ഈ മാധവന്റെ മോളെ കല്യാണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണം? എങ്ങനെ അവര് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചെന്ന് ആലോചിക്കണം. ഡാഡി പ്ലീസ്. എന്റെ മൊത്തം സ്വത്തും ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കും മോളെ. ഡാഡി ഇന്ന് ഒരുപാട് കുടിച്ചു, ഇനി മതി. ചെന്ന് കിടന്ന് ഉറങ്ങിയേ. മമ്മി പ്ലീസ്, ഡാഡിയോടൊന്ന് പറഞ്ഞേ. മതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. ചെല. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ഡാഡി. ഇപ്പൊ തന്നെ വൈകി, ഇന്നേക്കിത് മതി. വാ കിടക്കാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ ഓഫീസിൽ പോണ്ടതല്ലേ? 5 നിമിഷം ഒന്നും വേണ്ട, വാ പോവാ. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുകയാണ് ഡാഡി. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോ 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 വെയിറ്റ്. ഡാഡി, എനിക്ക് പ്രവീണിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? അവനെ ഞാൻ സ്നേഹിക്കുകയാണ്.
അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഹായ് ഡാഡി. ഹാ? അമ്മേ ടിഫിൻ. നമ്രത, എന്താ ഡാഡി? നമ്രത, ഇന്നലെ തൊട്ട് നീ ശരിയല്ലല്ലോ. എന്ത് പറ്റി മോളെ നിനക്ക്? ഡാഡിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടാ പറ. ഞാനൊരു ചെറുക്കനെ സ്നേഹിക്കുന്നു ഡാഡി. അവൻ എന്ത് പണിയെടുക്കുന്ന? സ്റ്റിൽ എഡ്യൂക്കേഷൻ ഡാഡി. നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണോ? അതെ ഡാഡി. നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവനെ എനിക്ക് പരിചയം കാണുമല്ലേ? അവന്റെ പേരെന്താ? പ്രവീൺ. നമ്രതയുടെ അറിവിനെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു സംശയവും ഇല്ലെങ്കിലും അവൾ ഒരുത്തനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവൻ എങ്ങനത്തവനായിരിക്കുമെന്ന് അവനെക്കുറിച്ച് അന്വേഷിച്ച് മുഴുവനും അറിഞ്ഞതിനു ശേഷം തന്നെ അവളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആ സമയത്ത് എന്റെ വായടച്ച് മിണ്ടാതിരുന്നു. അവന്റെ ക്യാരക്ടർ നല്ലതല്ല, അവന്റെ കുടുംബത്തിനെ കുറിച്ച് ഈ നാട്ടിൽ ഒരാൾക്കും നല്ല അഭിപ്രായം ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെ? ഞാൻ അന്വേഷിച്ചു. ഡാഡി അന്വേഷിച്ചു കാണും, പക്ഷെ എനിക്കറിയാം. ഞാൻ അവന്റെ വീട്ടിൽ പോയി ഡാഡി. അവരൊക്കെ വളരെ നല്ല ഫാമിലിയാ. എന്തിനാ മോളെ വീട്ടിൽ? അല്ല, നിനക്ക് എന്താ പ്രവീണിനോട് ഇത്ര വെറുപ്പ്? മോളെ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മനസ്സിലാക്കാനുള്ള വയസ്സില്ല. ഡാഡിയുടെ അടുത്ത് നല്ല അഭിപ്രായവും സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഡാഡിയുടെ അടുത്ത് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ ആദ്യം ഡാഡിയോട് പറഞ്ഞ. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല നമ്രത, ആ പയ്യൻ നമ്മുടെ ഫാമിലിക്ക് ചേരുന്നവനല്ല. ഞാൻ പറയുന്ന കേക്ക്. നീ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവന്റെ പറ്റില്ല. അടുത്ത് കാശില്ലാത്തോണ്ടാണോ? നമ്രത, നീ വളർന്ന വിധം വേറെ, അവൻ വളർന്ന പരിസ്ഥിതി വേറെ. ഒന്ന് മനസ്സിലാക്കുമോളെ. കാസ്റ്റ് ഫീലിംഗാ? എന്താടി ഇത്? ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നവനാ ഞാൻ മോളെ. ഏത് ജീവിതം?